ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടുറോഡിലൂടെ ഭക്തിയുടെ മാർഗമായ നാമജപത്തെ വലിച്ചഴച്ച് കൈകൊട്ടിപ്പാടി തുള്ളിച്ചാടുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ആചാരങ്ങൾ രൂപപ്പെടുന്നത് എന്ന് ഒരു മിനിറ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ? അതായത് ഒരു സന്യാസി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന നേരത്ത് തൻ്റെ പെറ്റായി വളർത്തിയ പൂച്ച കാലിന് ചുറ്റും ചുറ്റുന്നത് കൊണ്ട് അതിനെ തൂണിൽ കെട്ടിയിട്ടു. കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ സന്യാസി മരണപ്പെട്ടുപോയി. അതിനുശേഷം ശിഷ്യനായ മറ്റൊരു സന്യാസി ചാർജെടുത്ത് ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുകയും പൂച്ചയെ കെട്ടിയിടുകയും ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച ചത്തുപോയി. അപ്പോൾ പുതിയൊരു പൂച്ചയെ പൂജാതി കർമ്മങ്ങൾക്കായി തൂണിൽ കെട്ടിയിടേണ്ട ഒരവസ്ഥ സംജാതമായി. എല്ലാവരുടെയും നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ പുതിയൊരു പൂച്ചയെ അങ്ങനെ അവരോധിച്ചു. ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ് ഈ ആചാരങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്ന് ആർക്കൊക്കെ അറിയാം? മനുഷ്യനെ ആരെയും വ്രണപ്പെടുത്താനല്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്.